ഫുഡ് അതേപോലെ എനിക്കറിയില്ല, ഇപ്പം പലതരം വലിയ വലിയ പടങ്ങളിലൊക്കെ ഫുഡിൽ ഇത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു, അറിയില്ല. ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ സിനിമ ചെയ്തിട്ട് ഞങ്ങളിൽ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ എല്ലാവർക്കും ഒരുപോലത്തെ ഫുഡ് തന്നെയാണ് കിട്ടാറ്. ചിലപ്പം ഈ പറയുന്ന വലിയ വലിയ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചിലപ്പോൾ 500-ന് മേലെ 1000 ആൾക്കാരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന വലിയ വലിയ സിനിമകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ വേറെ വഴികളൊന്നും ഉണ്ടാവില്ല. അപ്പം അപ്പോഴും ഭക്ഷണം കൊടുക്കാതെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എന്തുകൊണ്ടാണ്, ചിലപ്പോൾ സിനിമ പഠിക്കാത്തത് കൊണ്ടാണോ അങ്ങനത്തെ റിപ്പോർട്ട് വന്നതും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പഴശ്ശിരാജ പോലുള്ളൊരു സിനിമ നടക്കുകയാണെങ്കിൽ പഴശ്ശിരാജ അറിയാം, ഓരോ സീനിലും ചില ദിവസങ്ങളിൽ 1000 ആൾക്കാരൊക്കെ നിൽക്കുന്ന സീനുകളുണ്ടാവും. 1000 ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് സെറ്റ് റെഡി ആകുമ്പോഴേക്ക് 12 മണിയാവും. 12 മണിയായിട്ട് ഷൂട്ടിങ് നടക്കുന്ന നല്ല വെയിലുള്ള സ്ഥലത്താണ്. കാലിൽ ചെരുപ്പിടാൻ പറ്റില്ല, കാരണം പഴയ കാലഘട്ടമാണ്. ആൾക്കാരെ കാല് പൊള്ളും. അവിടെ നിന്നിട്ട് ഒരു ഷൂട്ട് ചെയ്യും. അത് അങ്ങനത്തെ സാഹചര്യത്തിന് ഇതൊക്കെ പീഡനമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സിനിമ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതി. കാരണം ഇങ്ങനത്തെ നോംസും സാധനങ്ങളും കാരവാനും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സിനിമ ചെറിയ ആൾക്കും ചെറിയ ബഡ്ജറ്റിലും ഒക്കെ സിനിമ ചെയ്യണം. പക്ഷെ തീർച്ചയായിട്ടും ആദ്യം പറയണം ആർട്ടിസ്റ്റുകളോടും ടെക്നീഷ്യൻസോടും, ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രേ നമുക്ക് തരാൻ പറ്റുള്ളൂ, അതിൽ നിൽക്കാൻ പറ്റും, നിൽക്കുക ചെയ്യുക. ആ രീതിയിൽ സിനിമകൾ ചെയ്യാൻ. വലിയ സിനിമകൾക്കും ബഡ്ജറ്റ് എന്ന് പറഞ്ഞതും അവർക്കും ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ 1000 ആൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് കൺട്രോൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഒരു മെസ്സ് നടത്തുന്നത് ഒരു പ്രത്യേക പാക്കേജിലായിരിക്കും. ഇത്രയൊക്കെയുള്ള ഭക്ഷണത്തിൻ്റെ പാക്കേജ്. അതിന് മേലെ ആൾക്കാർ വരുമ്പോൾ ഒരു 1000 ആൾക്കാർ ബിരിയാണി ഉണ്ടാവും. ഉച്ചക്ക് പാക്കറ്റ് ബിരിയാണി ആയിരിക്കും കൊടുക്കുക. ഇതാണ് ചിലപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് അവർ ഈ എന്താ പറയുക 2 തരം ഭക്ഷണം എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം പൊതുവേ ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണം, വെള്ളം, കാരണം ഇന്ന് എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭക്ഷണവും വെള്ളവും ജ്യൂസായാലും എന്താ. ഞാനിപ്പം അഭിനയിച്ച വലിയൊരു നടനമൊന്നുമല്ല, ചെറിയ വേഷങ്ങൾ. പക്ഷെ ഞാനിപ്പം ആദ്യം അഭിനയിച്ച ചെറിയൊരു അക്ഷർ സൗദാൻ നായകനായിട്ടുള്ള 3-ാം പ്രളയം എന്നുള്ള പടത്തിൽ എന്നെ അറിയുന്ന, ഞാൻ അഭിനയിക്കുന്ന അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു കപ്പിയാരുടെ വേഷം കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ സന്തോഷത്തോടെ ചെയ്യാം, കാരണം ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സിനിമകളിലൊന്നും എനിക്ക് വേഷം ഇട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇപ്പോൾ സിനിമ കാപ്പിരിത്തുരുത്ത് എന്ന് പറഞ്ഞ സിനിമ, ഇത് സഹീർ അലി ഇങ്ങനെ എന്നെ എപ്പോഴും നോക്കും, ഒരു വേഷം ചെയ്യണ്ടേ, ഒരു വേഷം ചെയ്യണ്ടേ, അത് മേക്കപ്പ് ചെയ്ത് വേഷം ചെയ്ത് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ചെയ്യാം, ഇന്ന് കട്ടാവൂല, സീൻ കട്ടായി പോകില്ല എന്നുള്ളത്. എന്താ ഒരു ചെറിയ ചിഞ്ചിനം കിട്ടുന്ന സീനാണ്, പാട്ടിലാണ്, ഒരിക്കലും കട്ടാവില്ല, കുറേ ആൾ കാണും. അങ്ങനെ ഞാൻ ആ ഒരു തവണ മാത്രമേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ്റെ, അത് നേരത്തെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ ഇപ്പോഴും ഞാൻ അവരെ കൂടെ ഉണ്ട്. ആ പ്രൊഡക്ഷനിൽ ഒരു സീൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതാണ് ആ സാഹചര്യം, അങ്ങനെയാണ്. പക്ഷേ ഈ 3-ാം പ്രളയത്തിൽ അങ്ങനെ ഒരു വേഷം കിട്ടി. പിന്നെ ഒന്നാത്താൻ കേസ് കൂടുതൽ ഞാൻ ഓഡീഷനിൽ പോയി ഒരു വേഷം കിട്ടി. പക്ഷെ എന്നെ കൂണിലെ വേഷമായിട്ട് ഏകദേശം സെയിം ആയിരിക്കും, താടി, വലിയൊരു താടിയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു വേഷമാണ്. പക്ഷെ നന്നായിട്ടുണ്ട്, എല്ലാവരും കണ്ടവരൊക്കെ പറഞ്ഞ് ഭയങ്കര നാച്ചുറലായിരുന്നു, നന്നായിട്ട് നന്നായി അഭിനയിക്കുന്നത് വെച്ചാൽ ബിഹേവിയർ മാത്രമാണ്. പക്ഷെ നല്ലൊരു വർക്കായിരുന്നു, കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. പക്ഷെ അവിടെയും ഒരുപാട് ആർട്ടിസ്റ്റ് ഒരു ദിവസമുണ്ട്, ആർക്കും എന്ത് ജ്യൂസ് അടിച്ചാലും എല്ലാവർക്കും കൊടുത്തിട്ടേ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ആ പ്രൊഡ്യൂസർ കാണിച്ചിട്ടില്ല. അല്ല, അപ്പൊ പല സ്ഥലങ്ങളിലും ഒരു നല്ല സൈഡും ഉണ്ട്, ഒരു ചീത്ത സൈഡും. ഫുഡിലൊന്നും കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാറ് അഭിനയിച്ചു, പ്രൊഡ്യൂസറായി, അതുപോലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ഇനിയും ഓരോരോ സിനിമയിൽ തന്നെ ഓരോരോ ആ ഒരു മേഖലയിൽ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ സിനിമയാണെങ്കിലും വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.